രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ലാഭമുണ്ടാക്കുമ്പോൾ അവർ ഊറ്റിപ്പിഴിയുന്നത് ഈ മനുഷ്യരുടെ ജീവനല്ലേ, അവരുടെ ആരോഗ്യമല്ലേ? നമുക്കിപ്പം CR നീലകണ്ഠൻ കൂടി നമുക്കിപ്പം ചേരുന്നു, പരിസ്ഥിതി പ്രവർത്തകരാണ്. CR 35 വർഷമായി 42 കുടുംബങ്ങൾ 9.5 ഏക്കർ സ്ഥലത്ത് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളോടും ഭരണകൂടത്തോടും സമരം ചെയ്യുകയാണ്. ഒരു ചെറുവിലെ നടക്കുന്നില്ല. ഹൈക്കോടതി ഉത്തരവനുകൂലം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവനുകൂലം, ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവനുകൂലം. അയ്യങ്കുഴിക്കാരുടെ പ്രശ്നം അവസാനിക്കുന്നേ ഇല്ലല്ലോ CR നീലകണ്ഠൻ. ഇനി എന്താ ഒരു വഴി? യഥാർത്ഥത്തിൽ വഴി വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭീകര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട ഇവരുടെ പ്രശ്നം എനിക്ക് കുറെ കൊല്ലങ്ങളായിട്ട് അറിയാം. നമ്മളിതിൽ പല രീതിയിൽ ഇടപെടുന്നതാണ്. അതിൽ നിയമപരമായ ഇടപെടലിൽ ജനകീയ സമരങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇടപെടലിൽ ഹൈക്കോടതി വളരെ കൃത്യമായി ഇത് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തലുണ്ട്, നിരവധി മറ്റ് കണ്ടെത്തലുകളുണ്ട്, ഹരിത ട്രിബ്യൂണലിനുണ്ട്. ഹൈക്കോടതി ഇതെല്ലാം പരിഗണിച്ചു. അവിടെ ഇൻഹാബിറ്റബിൾ അല്ല ആ സ്ഥലം, ഹാബിറ്റബിൾ ആയൊരു സ്ഥലമല്ലാതെ എന്ന് കൃത്യമായി എല്ലാവരും പറഞ്ഞു കൊടുത്ത്. വായു മോശമാണ്. മാത്രമല്ല അവിടെ ചെന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന ഒരു കാര്യം, ഇത് രണ്ട് വലിയ തോതി ഇത് കത്തിക്കുന്ന വേസ്റ്റ് ഗ്യാസ് കത്തിക്കുന്ന രണ്ട് വലിയ സംഗതികൾ ഇതിന്റെ രണ്ടിന്റെ മുകളിലുണ്ട്. അവർ പറയുന്നത്, ഗവൺമെന്റ് ആദ്യം പറയുന്നത് ഇവിടെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ പറയുന്നത് വെച്ചാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല, നിങ്ങൾ അടുപ്പ് കത്തിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാം. ഒരു മനുഷ്യർ ഇങ്ങനെ വർഷങ്ങളായി ജീവിക്കുന്ന സ്ഥലത്ത് അടുപ്പ് കത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്ത് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഇതെന്താ, ഒരു ഗ്രാമപ്രദേശമാണത്. അപ്പൊ ഇവിടെ ഹൈക്കോടതി വളരെ കൃത്യമായി ചീഫ് സെക്രട്ടറിക്ക് പല പ്രാവശ്യം കോടതിയലക്ഷ്യ കേസിൽ പോലും ചീഫ് സെക്രട്ടറി വന്നു, ഹൈക്കോടതിയിൽ വന്നു, ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഇതിന് പ്രപ്പോസലുണ്ട്, വളരെ കൃത്യമായ പ്രപ്പോസലുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇവർ ജീവിക്കുന്ന പ്രദേശം മനുഷ്യന് താമസിക്കണം. സർക്കാർ ഇപ്പോൾ ഹസാഡസ് കെമിക്കൽസ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണ്. കാരണം രണ്ട് സ്ഥലത്തും ഹസാഡസ് കെമിക്കലാണ്. അവിടെ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റോ വേറെ എന്തെങ്കിലും പ്ലാന്റോ വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാം, എന്നിട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കാം. ഈ പ്രപ്പോസലും സർക്കാരിന്റെ കയ്യിൽ വന്നു. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്ലാനിംഗ് ബോർഡിന് എഴുതും, മറ്റവർക്ക് എഴുതും, ഇവർക്ക് എഴുതും എന്നൊക്കെ പറയുക എന്നല്ലാതെ ഫലപ്രദമായി ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മോചനത്തിനായി ഒന്നും ചെയ്യാൻ നമ്മുടെ ഒരു സർക്കാരുകൾക്കും കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ CSR ഫണ്ടുണ്ട്. നമുക്കറിയാം, കൊച്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളിലൊന്നാണ്. ആ കൊച്ചിൻ റിഫൈനറിയുടെ ഞാൻ മറ്റൊരു കൊടുക്കുന്നതിന് മോശം പറയല്ല, കഥകളിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഫണ്ടിന്റെ പോലെ തന്നെ ഒരു ഫണ്ട് ഇതിന് നീക്കി വെച്ചാൽ കൃത്യമായും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അവർ ഒരുപാട് CSR ഫണ്ടുള്ള കമ്പനിയാണ്. HOC പോട്ടെ, HOC പിന്നെ നഷ്ടത്തിലാണ്. അപ്പൊ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കണ്ടേ, ഇവരുടെ CSR ഫണ്ട് വാങ്ങി ഇത് ചെയ്യിക്കണ്ടേ? മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നു. ഇത് പ്രയോറിറ്റിയാണ് പ്രശ്നമല്ലേ CR? അത് തന്നെയാണ് പ്രശ്നം, പ്രയോറിറ്റി തന്നെയാണ്. നിങ്ങളുടെ CSR ഫണ്ട് എന്തിനു ഉപയോഗിക്കുന്നു? ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. കറക്റ്റ്. എന്തായാലും നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് CR. നമുക്ക് കളക്ടറോടും നമുക്ക് അധികാരികളോടും തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കണം. താങ്ക് യു CR, നമുക്കൊപ്പം ചേർന്ന് നോക്കൂ. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു പ്രപ്പോസൽ അവിടെയുണ്ട്, കോടതി ഉത്തരവുണ്ട്, ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവുണ്ട്. എന്നിട്ടും 42 കുടുംബങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണ സംവിധാനത്തോട് നമ്മൾ എന്തു പറയാൻ?